ഹായ് ഗൈസ്, അയ്യർ ഫാമിലിയാണ്. ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് മലയാറ്റൂരിനടുത്ത് മഹാഗണിത്തോട്ടത്തിലാട്ടോ. വളരെ പ്രശസ്തമായൊരു സ്ഥലമാണ് പുലിമുരുകൻ. അതേപോലെ ബാഹുബലി സിനിമയുടെയൊക്കെ ഷൂട്ടിംഗ് ലൊക്കേഷൻ ഇവിടെ ചേർന്നു. അപ്പോൾ അതിനെ കാഴ്ചകൾ നമുക്ക് കാണാം. മഹാഗണിത്തോട്ടത്തിൻ്റെ എൻട്രി ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നമുക്ക് അകത്തേക്ക് പോകണമെങ്കിൽ എൻട്രി പാസ് എടുക്കേണ്ടതുണ്ട്. മലയാറ്റൂർ ഡിവിഷന് കീഴിലാണ് ഈ മഹാഗണിത്തോട്ടം സ്ഥിതി ചെയ്യുന്നത്. ആളൊന്നിന് 50 രൂപയാണ്. അതുപോലെ വണ്ടികൾക്ക് പ്രത്യേക നിരക്കിലാണ് പാർക്കിംഗ് ചാർജ്. 5 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് എൻട്രി പാസ് ആവശ്യമില്ല. 5 വയസ്സ് മുതൽ 13 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് 10 രൂപയാണ് എൻട്രി ഫീസ്. ഇതൊരു എക്കോ ടൂറിസം പ്രൊജക്റ്റാണ്. പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഈ കാട് മുഴുവൻ മഹാഗണി വൃക്ഷങ്ങളാൽ സമൃദ്ധമാണ്. മലയാറ്റൂർ ജംഗ്ഷനിൽ നിന്ന് 12 കിലോമീറ്റർ അകലെയാണ് മഹാഗണിത്തോട്ടം സ്ഥിതി ചെയ്യുന്നത്. എറണാകുളം ജില്ലയുടെ പ്രാന്തപ്രദേശത്തുള്ള മലയാറ്റൂർ കുന്നിൻ്റെ താഴ്വരയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു നദീതീര വിനോദസഞ്ചാര കേന്ദ്രമാണ് മഹാഗണിത്തോട്ടം. ഒരു വൺ ഡേ ട്രിപ്പൊക്കെ ആഗ്രഹിക്കുന്നവരാണ് എറണാകുളത്ത് നിന്നെങ്കിൽ മലയാറ്റൂർ നല്ലൊരു സ്പോട്ടാട്ടോ. അത്യാവശ്യം സ്ഥലങ്ങൾ കാണാനുണ്ട്. ഇതേപോലെ മഹാഗണിത്തോട്ടം ഇവിടെയും ഉണ്ട്. ഇതിന് ഓപ്പോസിറ്റ് സൈഡും അതേപോലെ തന്നെ ചെറിയൊരു മഹാഗണിത്തോട്ടം ഉണ്ട്. നമ്മൾ ആദ്യം വഴിതെറ്റി അവിടെയാട്ടോ എത്തിയത്, പാണാംകുഴി അഭയാരണ്യം. അവിടെയും ചെറിയൊരു രീതിയിൽ മഹാഗണിത്തോട്ടമുണ്ട്. ഈ രണ്ട് സ്ഥലം തമ്മിൽ 12 കിലോമീറ്റർ അകലം ഉണ്ടെങ്കിലും ശരിക്കും ഒരു പുഴ മുറിച്ച് കിടക്കാനുള്ള വ്യത്യാസമേ ഉള്ളൂ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മൾ ഇതിനകത്തേക്ക് കയറിയപ്പോഴാണ് ഒരു കുരങ്ങൻ്റെ കാഴ്ച കണ്ടത്. അപ്പോൾ ആൾ മരത്തിലൊക്കെ ചാടി കയറി ഇങ്ങനെ ഇറങ്ങിയൊക്കെ വരുന്ന സീനാണ്. അതേപോലെ ഇവിടെ മലയാറ്റൂർ മറ്റു സ്ഥലങ്ങളാണ്. മലയാറ്റൂർ പള്ളി നമുക്ക് കാണാം. അതേപോലെ പാണിലിപ്പോര്, ആറാട്ടുകടവ്, അതേപോലെ കോടനാട് എലിഫൻറ്റ് ട്രെയിനിങ് സെൻറ്റർ ഇവിടെ അടുത്ത സ്ഥിതി ചെയ്യുന്നത്. അതേപോലെ ഒത്തിരി സ്ഥലങ്ങളുണ്ട് കാണാനായിട്ട്. ഒരു വൺ ഡേ ട്രിപ്പിനൊക്കെ പറ്റിയൊരു സ്ഥലമാണ്. ശരിക്കും പറഞ്ഞാൽ വൺ ഡേ ട്രിപ്പ് കൊണ്ട് തീരില്ല. ഒരു 2 ദിവസം എടുത്താലും ശരിക്കും പറഞ്ഞാൽ മലയാറ്റൂർ അത്രയ്ക്ക് സ്ഥലങ്ങൾ കാണാനുണ്ട്. മഹാഗണിത്തോട്ടം കാണാൻ നല്ല ഭംഗിയാട്ടോ. വഴിയാണെങ്കിലും വഴിയിൽ നിറച്ചും മരത്തിൻ്റെ വേരുകളും, അതേപോലെ ഇപ്പോൾ നടക്കാനായിട്ട് കരിങ്കല്ല് വിരിച്ചൊരു പാതയൊക്കെ ഉണ്ട്. ഇപ്പോൾ മഴയൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് കുഴപ്പമില്ല, മണ്ണിൽ കൂടി നടന്നു പോകുന്നതായിരിക്കും കുറച്ച് എളുപ്പം. മഴയുള്ള സമയങ്ങളിൽ ശരിക്കും പറഞ്ഞാൽ മണ്ണൊക്കെ ചീത്തയിൽ കിടക്കുകയാണെങ്കിൽ ആ കരിങ്കല്ലിൻ്റെ മേളിൽ കൂടി പോകാൻ എളുപ്പമായിരിക്കും. മൊത്തം വള്ളിയും പടർപ്പും അതേപോലെ മഹാഗണിയും, മൊത്തത്തിലൊരു ഭയങ്കര ഒരു കാട് അന്തരീക്ഷമുണ്ട്. എന്നാൽ ഇങ്ങനെ വഴിയൊക്കെ വെട്ടിത്തെളിച്ചേക്കുന്നതുകൊണ്ട് നമുക്ക് ശരിക്കും ഈ കാട് കൃത്രിമമായി നിർമ്മിച്ചതാണോ എന്ന് വരെ തോന്നിപ്പോവും. വളരെ രസമാണ് കാണാനായിട്ട്. അതേപോലെ ഇത് കടന്നു കഴിഞ്ഞ് ഒരു 3/4 കിലോമീറ്റർ ഉണ്ട് എൻട്രിയുടെ അവിടെ നിന്ന്. കടന്നു കഴിഞ്ഞാൽ പെരിയാർ നദി ഒഴുകുന്ന നമുക്ക് കാണാം. അപ്പോൾ നമ്മൾ ചെന്ന സമയം ഇപ്പോൾ മഴക്കാലമൊന്നും അല്ലാത്തതുകൊണ്ട് അധികം വെള്ളമൊന്നുമില്ല. പക്ഷെ കാണാൻ വളരെ ഭംഗിയായിരുന്നു. കാരണം വെള്ളം കുറഞ്ഞതുകൊണ്ട് തന്നെ പാറകളൊക്കെ ഇങ്ങനെ പൊങ്ങി നിൽക്കുകയാണ്. നല്ല ഭംഗിയുണ്ടായിരുന്നു. അപ്പോഴാണ് ഒരു ചേട്ടൻ ഇതേപോലെ ഒരു ജർമ്മൻ ഷിപ്പേഡിനെ കൊണ്ട് വന്നേക്കുന്നത്. ആൾ നടത്താനിറങ്ങിയാന്ന് തോന്നുന്നു. ഈ സ്ഥലം കപ്പിൾസിനും ഫാമിലിക്കും കുട്ടികൾക്കും ഒക്കെ ഒരുപോലെ എൻജോയ് ചെയ്യാൻ പറ്റുന്നൊരു സ്ഥലമാണ്. നമുക്ക് ഇരിക്കാനുള്ള ഇരിപ്പിടങ്ങളൊക്കെ അവിടെ ഒരുക്കിയിട്ടുണ്ട്. വെയിലൊന്നുമില്ല. നല്ല ഉച്ച സമയത്താണ് നമ്മൾ ചെന്നതെങ്കിലും കാടായതുകൊണ്ട് തന്നെ ഒരു തണുത്ത അന്തരീക്ഷമാണ്. നമുക്ക് ആ ചൂടൊന്നും അതിനകത്തേക്ക് അനുഭവപ്പെടുകയില്ല. അതേപോലെ കുട്ടികൾക്ക് ഇരുന്ന് കളിക്കാനൊക്കെ ഊഞ്ഞാലൊക്കെ കെട്ടിയിട്ടുണ്ട്. അത് കുട്ടികളും വലിയവരും ഒക്കെ ഇരുന്ന് ആടുന്നുണ്ട്. വളരെയധികം എൻജോയ് ചെയ്യുന്നുണ്ട്. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ സിനിമ ഷൂട്ടിങ്ങൊക്കെ നടക്കുന്ന സ്ഥലമാണ്. പുലിമുരുകൻ്റെ ഒത്തിരി സ്റ്റണ്ട് സീൻ ഈ സ്ഥലത്ത് വെച്ച് എടുത്തിട്ടുണ്ട്. അത് നമുക്ക് കുറേ സ്ഥലങ്ങൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുകയും ചെയ്യും. ആളുകൾക്ക് നടന്നു പോകാനൊക്കെ ഇതിലെ പാത ഒരുക്കിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, നമുക്കൊരു കൃത്രിമമായി നിർമ്മിച്ചെടുത്താണോ എന്ന് വരെ തോന്നിപ്പോവും ഈ വനം. ശരിക്കും പ്രകൃതിയുടെ സൗന്ദര്യം എന്നൊക്കെ പറയുന്നത് ഇതൊക്കെയാണ്. ഇപ്പോഴോട്ട് നടക്കുന്ന വഴിയിലൊക്കെ
മരങ്ങൾ വീണ് കിടപ്പുണ്ട്. മരത്തിൻ്റെ വേരുകൾ, ഒത്തിരി വണ്ണമുള്ള വേരുകളൊക്കെ ഉണ്ട്. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. അതിലൊന്നാണിത്. വളരെ ഭംഗിയായിട്ട് ഇങ്ങനെ ഒരു ചിത്രം കാണുന്ന പോലെയൊക്കെ ഉണ്ട്. നല്ല രസമായിട്ട് തോന്നി. അതുകൊണ്ടാണ് ഇത് ഷൂട്ട് ചെയ്തത്. അങ്ങനെ മരത്തിൻ്റെ വേരുകളൊക്കെ അതേപോലെ തന്നെ ചിത്രം വരച്ച് വെച്ചിരിക്കുന്ന പോലെ അതിൻ്റെ ഇടയിൽ കൂടിയൊക്കെയാണ് നമ്മൾ നടന്നു പോകുന്നത്. അതിൽ ചില മരങ്ങളുടെ വേര്, ഞാൻ ഇരിക്കുന്നതൊക്കെ ഒരു മരത്തിൻ്റെ വേരിലാണ്. ഭയങ്കര വലിയ മരമാണ്. അതുപോലെ ഈ കാണുന്ന മരം അവിടെ ഒരു അപ്പൂപ്പൻ മരം എന്ന് പറഞ്ഞിട്ട് ഒത്തിരി കാലപ്പഴക്കമുണ്ട് ആ മരത്തിന്. വലിയ തിരക്കൊന്നുമില്ല എങ്കിലും അത്യാവശ്യം ആളുകൾ വന്നു പോകുന്നുണ്ട്. മരത്തിൻ്റെ വേരുകളൊക്കെ ഇതേപോലെ നടക്കുന്ന വഴിയിലൊക്കെ ഇങ്ങനെ പൊങ്ങി നിൽപ്പുണ്ട്. അപ്പോൾ അതിൽ കൂടെയൊക്കെ വേണം നമ്മൾ നടന്നു പോകുന്നത്. ശ്രദ്ധിക്കുകയും വേണം. ഇപ്പോഴോട്ട് ആ വേരിൽ തട്ടി വീഴാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പക്ഷെ അത് വളരെ ഭംഗിയാണ് കാണാനായിട്ട് അവിടെ. ഇനി നമ്മൾ കാണാൻ പോകുന്നതാണ് ഈ സ്ഥലത്തിൻ്റെ ഒരു ഹൈലൈറ്റ് സ്ഥലമാണ്. കാരണം പുലിമുരുകനിൽ അത്രയും ശ്രദ്ധ നേടിയൊരിടമാണ്. വരുന്നവരൊക്കെ ഇവിടെ ആദ്യം അന്വേഷിക്കുന്ന ആ സ്ഥലം കേട്ടോ. അപ്പോൾ നമുക്ക് ആ സീൻ കാണാം. ഒരു പുലി ജീവിക്കുന്ന കാട്ടില് മറ്റൊരു പുലി വരില്ല എന്ന് ചേർന്ന് നേരത്തെ ഒഴിച്ചു. അപ്പോ പുലികളുടെ കാട്ടുകളാണോ നമ്മളിൽ പോകുന്നത്? കാട്ടിൽ കിടക്കാൻ വേറെ വഴിയില്ല. ഇരുട്ടുമ്പോ കാട് കിടക്കണം. അപ്പോൾ മുളങ്കുഴി ഇല്ലിത്തോട് മഹാഗണിതൊണ്ടതിൻ്റെ ഫൈനൽ ഡെസ്റ്റിനേഷൻ ഇവിടെയാണ് എത്തി നിൽക്കുന്നത് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ പെരിയാർ പുഴയുടെ അടുത്തേക്കാണ് നമ്മൾ എത്തി നിൽക്കുന്നത്. അത്യാവശ്യം ആളുകൾ ഉണ്ട് അവിടെ. നമ്മളൊരു വൈകുന്നേരമായി ഇവിടെ എത്തിയപ്പോൾ. ഇപ്പോൾ കുട്ടികൾ കളിക്കുന്നുണ്ട്. കാണാൻ നല്ല രസമാണ്. വെള്ളയിലും എനിക്ക് മനോഹരമായി തോന്നി, വെള്ളം ഇല്ലാത്ത ഈ ഒരു അന്തരീക്ഷം. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ വെയിറ്റ് ചെയ്ത് നിൽക്കുമ്പോഴാണ് അപ്പുറത്തുനിന്ന് വരെ വാർത്ത കേൾക്കുന്നത്. അപ്പോൾ ആളുകളൊക്കെ അതിനെക്കുറിച്ചുള്ള ചർച്ചയിലാണ്. അപ്പോൾ എന്താണ് അതെന്നുള്ളതൊരു സർപ്രൈസാണ്. കാരണം ഈ വീഡിയോയുടെ ലാസ്റ്റ് കാണിക്കുന്നുണ്ട്. കാരണം നമ്മൾ എല്ലാ കാടുകളും ഇറങ്ങിപ്പോകുമ്പോൾ കാണണം എന്ന് വിചാരിച്ച ഒരു കൂട്ടത്തെ ഇവിടെ കാണും. അപ്പോൾ അതാണ് ഈ വീഡിയോയിൽ നമുക്ക് ഏറ്റവും സന്തോഷം നൽകിയത് കേട്ടോ. നമ്മൾ ഇപ്പോൾ കാലടി പ്ലാന്റേഷൻ അതേപോലെ മാമലക്കണ്ടമൊക്കെ പോയെങ്കിലും നമുക്കവിടെ ഒരാളെ കാണണം എന്ന് പറഞ്ഞ് തന്നെ പോയത്. നമുക്ക് അടുത്ത് കാണണ്ട, ദൂരെ നിന്നാണേലും ഒന്ന് കണ്ടൊരു വീഡിയോ ഷൂട്ട് ചെയ്യണം എന്നുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ആ ഭാഗ്യം കിട്ടിയത് ഈ സ്ഥലത്ത് എത്തിയപ്പോഴാട്ടോ. അപ്പോൾ അത് വീഡിയോയുടെ അവസാനം കാണുന്നുണ്ട്. അപ്പം ഞാൻ എന്താണെന്ന് പറയുന്നില്ല, അതൊരു സർപ്രൈസ്. അപ്പോൾ ഇതാണ് നമ്മുടെ വീഡിയോയിലെ സർപ്രൈസ് ഗൈസ്. ഇതാണ് സർപ്രൈസ് കേട്ടോ. നമ്മൾ ഒത്തിരി ആഗ്രഹിച്ചാണ് ഇതേപോലെ കാട്ടിലൂടെ എല്ലാവരും വീഡിയോസൊക്കെ ചെയ്യുമ്പോൾ ആനേനെ കണ്ടു എന്നൊക്കെ പറഞ്ഞിടുമ്പോൾ നമ്മൾ മാത്രം വിചാരിക്കും നമ്മുടെ വീഡിയോയിൽ മാത്രം ഒരാനേനെ പോയിട്ട് ഒരു മൃഗത്തിനെ കിട്ടുള്ളൂ, ആകെ കിട്ടുന്ന ഈ കുരങ്ങനെ മാത്രമാണല്ലോ എന്ന്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് മറ്റേ ഒരു ഇത് പറയില്ലേ, ഒരു പൂ ചോദിച്ചപ്പോൾ ഒരു പൂക്കാലം തന്നു എന്നറിയില്ലേ, അതേപോലെ ഒരെണ്ണത്തിനെ കാണണം എന്നിട്ട് ഒരു 7 എണ്ണത്തോളം നമ്മൾ കണ്ടു. അതിനകത്ത് നല്ല വലിയ ആനകളും 2 ചെറിയ ആനയൊക്കെ ഉണ്ട് കേട്ടോ. നല്ല ഭംഗിയായിരുന്നു കാണാൻ. ഈ പറഞ്ഞോട്ട് നമ്മൾ പറഞ്ഞില്ലേ ചെറിയ മഹാഗണിത്തോട്ടം എന്നൊക്കെ പറഞ്ഞില്ലേ, അഭയാരണ്യം, അവിടെ ചെന്ന് കയറിയതാണ് കാട്ടിൽ നിന്ന്. അവിടെ നിന്ന് കയറി ആളുകൾ പടക്കവും ഒക്കെ പൊട്ടിച്ച് ഇപ്പുറത്തേക്ക് വിടുകയാണ്. കുറേ നേരം പടക്കം പൊട്ടിക്കുന്ന സൗണ്ട് കേൾക്കുന്നുണ്ട്, ഗുണ്ട് പൊട്ടിക്കുന്നു. അപ്പോൾ ഇവിടെയുള്ള ഗാർഡൊക്കെ പറയുന്നുണ്ട് ആന ഇറങ്ങിയിട്ടുണ്ട്, അപ്പോൾ നിങ്ങൾ കയറി പോകണം എന്നൊക്കെ രീതിയിൽ അവർ കുറേ കുട്ടികളെയൊക്കെ ആയിട്ടുള്ളവരെയൊക്കെ കയറ്റി വിട്ടു. എന്നിട്ട് അവർ പറഞ്ഞു ഈ വഴിയൊക്കെ ആയിരിക്കും വരിക. അപ്പോൾ കുറച്ച് പേര് മാത്രം അവിടെ തമ്പടിച്ചു ഇതിനൊന്ന് കാണാനായിട്ട്. നല്ല ഭംഗിയാണ്. ആ കുഞ്ഞ് ആനേനെയൊക്കെ നോക്കി 2 കുഞ്ഞുങ്ങളുണ്ട്. ഒരെണ്ണം തീരെ പൊടിയും പിന്നെ അത്യാവശ്യം ഇത്തിരി കൂടി മുഴുത്തത്. അതിൻ്റെയൊക്കെ ഓട്ടം കാണാൻ തന്നെ എന്ത് രസമാണെന്നോ. ഈ ഗുണ്ട് പൊട്ടിക്കുന്ന സൗണ്ട് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് പേടിയായിട്ടാന്ന് തോന്നുന്നു. ഇതിൻ്റെ അപ്പുറത്തായിട്ട് ഇവരുടെ ഒരു കൂട്ടം ആനകൾ ഇതുങ്ങളെ നോക്കി വെയിറ്റ് ചെയ്യാണ്. അതായത് അവരും കൂടി ഈ കൂട്ടത്തിലേക്ക് ചെന്ന് ചേർന്നാലേ
ഈ ആനകൾ മറ്റുള്ള ആനകൾ പോകുള്ളൂ എന്നാണ് പറയണത്. അപ്പോൾ ഇനിയും ഒരാനയും കൂടി വരാനുണ്ട്, അത് അപ്പുറത്തായി പോയി എന്നൊക്കെ ഇവർ ഗാർഡ്സ് പറയുന്നുണ്ട്. അപ്പോൾ നല്ലൊരു കാഴ്ചയായിപ്പോയി. ഈ ആനക്കൂട്ടത്തെ കണ്ടതാട്ടോ ഏറ്റവും സന്തോഷമായത്. അപ്പോൾ നമ്മുടെ ഇങ്ങനെയുള്ള വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.